അങ്ങനെ ഇതാ 12 ഡേയ്സ് നീണ്ട ഹോസ്പിറ്റൽ താമസത്തിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇന്നിന്റെ ഫെയർവെൽ ആയതുകൊണ്ടാ തോന്നുന്നുണ്ട് എന്താ ഇവിടെ വെജിറ്റബിൾ ബിരിയാണി ഒക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ഇത്ര ദിവസം ഇവിടെ നിന്നിട്ട് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ എനിക്കൊരു ബീഫ് ബിരിയാണി എന്ന വൈബായിരുന്നേ. കുറച്ച് ദിവസമായിട്ട് എനിക്കൊരു ശ്വാസം മുട്ടുന്ന പോലെ ആയിരുന്നു കേട്ടോ. ഇവിടെ എങ്ങനെയും ഒന്ന് പോയാൽ മതിയെന്നായിരുന്നു. ഡിസ്ചാർജ് ഡേറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ വല്ലാണ്ട് കൊതിച്ചിരുന്നേ. അത് ഇവിടുത്തെ ആരെയും കുഴപ്പമല്ല, എന്റെ തന്നെ കുഴപ്പമായിരുന്നു. കാരണം ഇവിടുത്തെ ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സുമാരാണെങ്കിലും ട്രീറ്റ്മെന്റ് റൂമിലത്തെ ചേച്ചിമാരാണെങ്കിലും എല്ലാവരും നമ്മളെ ഫിസിക്കലിന് പുറമെ മെന്റലിയും കൂടി ഹെൽപ്പ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ബിഹേവിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതങ്ങനെയാണല്ലോ, ഒട്ടും വിചാരിക്കാത്ത ആൾക്കാരായിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുക. അങ്ങനത്തെ ഒരു സമീപനം ആക്ച്വലി എനിക്ക് മച്ച് നീഡഡ് ആയിരുന്ന ഒരു ടൈമും കൂടിയായിരുന്നു. മനുഷ്യന്മാരെന്തോ അങ്ങനെയാണ്, എത്ര വേണ്ടാന്ന് വിചാരിച്ചാൽ ഒരു അറ്റാച്ച്മെന്റ് അങ്ങ് വരും. അപ്പൊ എനിക്ക് ഇറങ്ങുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അതായത് നമ്മൾ ട്രെയിൻ 4:30 അതിന്റെ ഇടയിൽ നമ്മളൊരു ചെറിയ ചായ ഒക്കെ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. എനിക്കതൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു ഐസ്ക്രീം ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മള് ഭാരതപ്പുഴന്റെ കഷ്ണമാണ് ഇവിടെ കിടക്കുന്നത്. സ്കൈയും വെള്ളമൊക്കെ കാണാൻ ഭയങ്കര പ്രിറ്റി ആയിട്ടില്ലേ. അപ്പൊ നമ്മള് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കുറെ നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. നമ്മളൊരു മിൽമന്റെ പാഡൊക്കെ വാങ്ങുമ്പോഴേക്ക് ട്രെയിനിങ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിക്ക് മോർണിംഗ് ഹിജാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ബാക്കിൽ ഇങ്ങനെ ബാൻഡേജ് ഒക്കെ ഒട്ടിച്ചുകൊണ്ടേ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കോപ്രയൊക്കെ കണ്ടിരുന്നുണ്ടെങ്കിൽ എത്തി. നാട്ടിലെത്തിയ വടേ നേരെ നമ്മൾ വന്നത് MR റെസ്റ്റോറന്റിലേക്കായിരുന്നു. തൽക്കാലം ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കാനേ പറ്റത്തുള്ളൂ. നമ്മളൊരു വെജിറ്റേറിയൻ ആയല്ലോ, അതുകൊണ്ട് ഞാൻ നേരെ ഒരു മസാല ദോശ അങ്ങ് ഓർഡർ ചെയ്തു. ഇവിടെ പലരും സമൂസയും അൽഫാമും പൊറോട്ട ഒക്കെ ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരെയും ലോക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ആദ്യം ഞാനൊരു വെജ് റെസ്റ്റോറന്റിൽ പോയാലോ എന്ന് ആലോചിച്ചതാണ്. പിന്നെ അതിവിടെ എവിടെ നല്ല കിട്ടുമെന്ന് അറിയാത്തതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കാൻ നിന്നില്ല. കാരണം ടേസ്റ്റ് മുഖ്യമാണല്ലോ. ഇന്നത്തെ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.